ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൊട്ടിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. കുറച്ച് വെള്ളമെന്നെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് കുടിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് വേഗം തന്നെ വന്നിട്ട് നമ്മൾ തേങ്ങ ചിരകി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനത് മുഴുവനായി തന്നെ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ഫുള്ളായിട്ട് ചിരവ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുഞ്ഞു തേങ്ങയാണ് കേട്ടോ. കുഞ്ഞു തേങ്ങയാണെങ്കിൽ നല്ല കാമ്പുണ്ടായിരുന്നു. നമ്മൾ ചിരകി വന്നപ്പോൾ നല്ല പോലെ തന്നെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതങ്ങനെ വേഗം തന്നെ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി എടുത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചിരകൽ കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് തേങ്ങയുടെ പൊടിയൊക്കെ പോയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കൈ കൊണ്ട് കൂട്ടിയെടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തു. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മട്ടേരി അരിവെള്ളത്തിൽ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അത് നന്നായി തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെള്ളമൊഴിച്ച് വെച്ചതായിരുന്നു. ആ വെള്ളമൊഴിച്ച വെള്ളം നമ്മൾ കളഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചിറ്റിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചിറ്റിച്ചിട്ട് നമ്മളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അരി നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ മട്ടരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊന്നിയരിയോ പച്ചരിയോ ഒക്കെ എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മട്ടരിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് നമ്മുടെ അരി നമ്മുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു കുഞ്ഞിപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെറിയ തേങ്ങയിൽ ഒരു കുഞ്ഞിപ്പിടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസിൽ അരച്ചെടുക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തോളൂ. അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കുറച്ച് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അരിയും തേങ്ങയും ചേർത്ത് അരച്ചതിലേക്ക് നമ്മുടെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും ഒരു തരിതരിപ്പായിട്ട് നമ്മൾ അരച്ചിട്ട് വന്നിരിക്കുന്നത്. അതെല്ലാം മിക്സിയുടെ ജാറിൽ നിന്ന് നമ്മൾ നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വതക്കി എടുക്കുമ്പോൾ അടിക്ക് ഒരുപാട് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് കേട്ടോ ആദ്യമേ. ഇനി നമുക്കത് അടുപ്പിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വതക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിം വെച്ചോളൂ, കുഴപ്പമില്ല. ചട്ടിയൊക്കെ ചൂടായി കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് വെക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്ക് അടുക്കി പിടിക്കും. എന്നിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് വേണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇങ്ങനെ കിണ്ടുന്ന സമയത്ത് കൈ എടുക്കാണ്ട് വേണം കേട്ടോ അതൊന്ന് വതക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കൈ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ അടുക്കി പിടിക്കും. അപ്പോൾ ഞാൻ കൈ എടുക്കാണ്ട് തന്നെ ഇതുപോലെ തന്നെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ പരിപാടി കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ ശീലം. ഞാൻ പൊടി കൊണ്ടൊന്നും അധികം ചെയ്യാറില്ല. നമുക്കിതുപോലെ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനത് നന്നായി തന്നെ ഒന്ന് കിണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കിണ്ടുമ്പോഴേക്കും തന്നെ അത് നന്നായി തന്നെ കുറുകി വന്നോളും കേട്ടോ. നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ നല്ലപോലെ കുറച്ചിട്ട് വേണം നമ്മളിത് കിണ്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ വതക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതൊക്കെ ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ടാക്കിയിട്ട് നന്നായി തന്നെ വരട്ടിയെടുക്കുക കേട്ടോ. അത് വതക്കും തോറും അത് നന്നായിട്ട് തന്നെ നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരും കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ പാത്രമായ കാരണമാണ് കുറേശ്ശെ അടുക്കി പിടിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ വതക്കി കഴിഞ്ഞാൽ നമുക്ക് ഉരുണ്ട പിടിക്കേണ്ട ഒരു സൈസിൽ കിട്ടും കേട്ടോ. ആ പാകമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് വതക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടയൊക്കെ പിടിക്കേണ്ട പാകമായിട്ടുണ്ട്. ഞാനതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നന്നായി തന്നെ ഒന്ന് ആറി വരണം. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കട്ടയൊന്നും കുത്തില്ല കേട്ടോ. നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇത് കുറച്ച് പണിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി അതവിടെ ഒന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ആ നേരം കൊണ്ട് നമ്മുടെ കുഴക്കട്ടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ മട്ടേരി വെച്ചിട്ടുള്ള കുഴക്കട്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഉപ്പ് കുഴക്കട്ടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വേവാൻ വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി പാത്രം വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായി തന്നെ ചൂടായി വരട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ മാവ് ഒരു ഇളം ചൂടായിട്ട്
വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുണ്ട പിടിക്കാൻ പാകമാകുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയ്ക്ക് ഒരു പ്രത്യേക ഒരളവൊന്നുമില്ല കേട്ടോ, എത്ര ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയുള്ള തേങ്ങ കൂടെ നന്നായി തന്നെ ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തു, നന്നായി തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾക്കിതിങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നെങ്കിൽ നമ്മൾ മാവ് നന്നായി തന്നെ വതക്കി എടുക്കുന്ന സമയത്ത് അപ്പം ചേർത്തിട്ടും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ കുഴക്കലൊക്കെ കഴിഞ്ഞ് കൈയെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ഉരുണ്ടകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉരുണ്ടകളാക്കാം കേട്ടോ. ഞാൻ നീളത്തിലാണ് ഉരുണ്ടകളാക്കി എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ തേങ്ങ ചിരകിയിട്ടുള്ള പാത്രമാണ് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് വലുപ്പം ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈസിലാണ് കേട്ടോ എല്ലാ മാവും ഉരുണ്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് ഉരുണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഉരുണ്ട പിടിച്ചത് മാത്രമേ ആവി കയറ്റി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് മാറ്റി വെക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതങ്ങനെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് ഇന്ന് ഉരുണ്ട പിടിച്ചെടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വെക്കണം. അപ്പോൾ നമ്മൾ അതിനുള്ള തട്ടൊക്കെ ഒന്ന് കഴുകിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കഷ്ണം വാഴയില കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ഉരുണ്ടകളെല്ലാം വേവിക്കാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ഉരുണ്ടയായിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മേലേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാ ഉരുളയും വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം വെച്ചതിന് ശേഷം ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 20 മിനിറ്റ് വേണ്ടി വരും നമ്മുടെ കുഴക്കട്ട ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് വേവാൻ വെച്ച നേരം കൊണ്ട് അതിൻ്റെ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ പുറത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി തന്നെയാണ്. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ മുളകും എന്താ പറയുക വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചമ്മന്തിക്ക് കുറച്ച് എരിവ് കൂട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ച് എരിവ് കൂട്ടി എടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മുളക് ചമ്മന്തി വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങ ചമ്മന്തി എടുക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ആവശ്യത്തിലധികം തന്നെ അതിൽ തേങ്ങ ചേർത്ത കാരണം ഞാൻ പിന്നെ ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് അരച്ചുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട അവിടെ വെന്ത് വരട്ടെ. അതിന് മുമ്പ് തന്നെ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം എടുത്തിട്ട് ഉള്ളിൽ കൊണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ വെളിയിൽ അടുപ്പും തട്ടൊക്കെ ഫ്രീ ആക്കി വിടുകയാണ്. അതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അധികമൊന്നുമില്ല. എന്താ പറയുക, നമ്മൾ ഉച്ചക്ക് ഉണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഓരോ ആവശ്യത്തിന് എടുത്തിട്ടുള്ള മിക്സിയുടെ ജാറ് അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കഴുകാനുള്ളത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അവിടെ മുഴുവൻ വെള്ളമായിട്ടുണ്ടാവും. നമ്മൾ കവുത്തി വെക്കുമ്പോൾ എന്തായാലും വെള്ളം പോകുമല്ലോ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഉണങ്ങിയ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകാനുള്ള നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. എന്താ പറയുക, കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അരി അരച്ച മിക്സിയുടെ ജാറൊക്കെ ഒന്ന് വെടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് അത് വേവാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വതക്കിയിട്ടുള്ള കയ്യിലൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കൊടുത്തു. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുഴക്കട്ടയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഒരു വേവാത്ത പോലൊക്കെ തോന്നും, ഒരു ബലക്കുറവൊക്കെ തോന്നും. പക്ഷേ ഒന്ന് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ മട്ടേരിയിൽ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. മട്ടേരിയിൽ പൊന്നിയരിയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പച്ചരിയിലും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. പക്ഷേ മട്ടേരിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ട് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് തണുത്ത് വരട്ടെ. പിന്നെ ഞാൻ ആ നേരം കൊണ്ട് തന്നെ പോയിട്ട് നമ്മുടെ അശ്വിനെയൊക്കെ സ്കൂൾ വിട്ട് വിളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണി വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 4 മണി ചായക്ക് ഉണ്ടാക്കിയിട്ടുള്ള പലഹാരമാണ് നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ചായ വെച്ചെടുക്കുകയാണ്. എന്താ പറഞ്ഞാൽ ചായ വെക്കാണ്ടാണ് കേട്ടോ ഇന്ന് അശ്വിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ നമുക്ക് വന്നിട്ട് എല്ലാവരും കൂടെ ഒപ്പം ചായ കുടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അശ്വിനെ വിളിച്ച് വന്നിട്ടാണ് കേട്ടോ ഇന്ന് ചായ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര തീർന്നു പോയപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് പാത്രത്തിലാക്കുകയാണ് കേട്ടോ. പഞ്ചസാര കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അശ്വിൻ ഫസ്റ്റ് വന്ന് നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അങ്ങനെ പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അക്ഷയ്ക്ക് കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതുപോലെ നമുക്ക് ഉണ്ടാക്കുന്ന
ചായയിലേക്ക് നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സ്കൂളിലുണ്ടെങ്കിൽ അങ്ങനെ തിരക്കായിരിക്കും. ഇപ്പോൾ അക്ഷയ്ക്ക് എക്സാമിൻ്റെ ലീവായ കാരണം ആൾ ഇന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കട്ടൻ ചായയും അതുപോലെ പാൽ ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ കേട്ടോ ചായ കുടിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തനിച്ചായിരിക്കും ചായ കുടിക്കുക. ഇന്നിപ്പോൾ നമ്മൾ ഈവനിങ് നമ്മുടെ കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ 30 പേർക്ക് കട്ടൻ ചായയാണ്. അപ്പോൾ ഞാനും അശ്വിനും പാൽ ചായയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രണ്ടാളിലും ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ അശ്വിനുള്ള ചായ ഞാൻ ആറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഹാളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് പായ് വിരിച്ചിട്ട് വേണം കേട്ടോ ഇരുന്നിട്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചമ്മന്തിയും അതുപോലെ നമ്മുടെ കൊഴക്കട്ടയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ കൂട്ടാൻ വയ്ക്കുന്നത് മാത്രം കാണിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോറടി ആയിരിക്കില്ല. അപ്പോൾ ഇടയിൽ നമ്മൾ പുട്ടിന് തേങ്ങ കൊടുക്കും പോലെ സ്നാക്ക് റെസിപ്പി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആക്കിയത് കേട്ടോ. എപ്പോഴും നമ്മൾ കൂട്ടാൻ വയ്ക്കുന്നത് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന അതൊരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്കിതുപോലെ സ്നാക്ക് റെസിപ്പികളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ എന്താ പറഞ്ഞാൽ രാവിലെ വീഡിയോ എടുക്കുന്നതിൻ്റെ അത്ര ഉഷാറ് ഉച്ചയ്ക്ക് ശേഷം കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും രാവിലെ തന്നെ വീഡിയോ എടുക്കുന്നത്. ഉച്ചയാകുമ്പോൾ ആകെ നമുക്കൊരു കുറച്ച് മടി വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് ഇടയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. രാവിലെ നമ്മൾ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് നമുക്ക് നടക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് വേണമെങ്കിൽ നൈറ്റുമായിട്ട് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് നൈറ്റിക്ക്. ചിലപ്പോൾ ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ രാത്രി ഇത് തന്നെ ആയിരിക്കും ഭക്ഷണമായിട്ട് കഴിക്കാറുള്ളത്. ഇപ്പം 4 മണിക്ക് ഉണ്ടാക്കിയെന്നുള്ളൂ. ഇനിയിപ്പോൾ 4 മണിക്ക് ഉണ്ടാക്കി ഇതെല്ലാം കഴിച്ചാൽ തന്നെ വൈകുന്നേരം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കാര്യം സംശയമാണ് കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. നമ്മൾ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും രാത്രി ഭക്ഷണമായിട്ട് ചില സമയങ്ങളിലൊക്കെ കഴിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ആ സമയം കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ നമ്മുടെ ചമ്മന്തി ഒന്ന് തെറിച്ചു കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കൈ കൊണ്ട് തുടച്ചാണ്. പിന്നെ അങ്ങനെ ചായ കുടിക്കുമ്പോഴാണ് നമ്മുടെ അശ്വിന് ചായ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവന് ചായയൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് കൊടുത്തു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.